എന്റെ അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യനായിരുന്നു. വെറുതെ പറയണം. നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ. വിഷരാജനാ ഞാൻ. തനിക്ക് വിഷ ഊതി ഇറക്കാനേ അറിയാവൂ, തുപ്പാൻ അറിയില്ല. പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുക, അങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അങ്ങനെ തോന്നുമ്പോ വരാനും പോവാനും പൊരേം പറമ്പും പാമ്പിന് പതിച്ചു കൊടുക്കണ്ട. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ല, അത് റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ത്? ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു? എങ്ങനത്തെ പാമ്പെന്ന് ചോദിച്ചാൽ തലയും പാലും ഉള്ള പാമ്പായിരുന്നു. അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പിനെ ഇനി കണ്ടിട്ടുണ്ടോ? ആ പാമ്പ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചത്. പാമ്പ് ഇരിക്കണല്ലേ, ഏഴതായിരുന്നു. സമയത്ത് നമ്മുടെ വീട്ടില് ബാക്കില് തൊഴുത്തൊക്കെ കത്തും എന്നാ പറയുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞ? തൊഴുത്ത് ഇങ്ങനെ കത്തും, തൊഴുത്ത് ഇങ്ങനെ കത്തും, അതിച്ചിരി കൂടുതലല്ലേ? തൊഴുത്ത് ഇങ്ങനെ കത്തും. അത് പക്ഷെ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷാണ്. അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നതും. ഇന്ന് പോകണ്ട, അതിനെക്കാട്ട് നല്ലവരെ കിളി ഷഡിയിൽ മുട്ടയുടെ കഥയായിരുന്നു. പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നത്, സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നതൊക്കെ അതുകൊണ്ടാണ്. മതി, നിർത്ത്. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.